ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് പുതിയൊരു സെക്ഷനിലേക്ക് കിടക്കുകയാണ്. നമ്മൾ 2 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്നാണ് ഇപ്പോൾ ലാപ്ടോപ്പ് ഒന്ന് ശരിയായി കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോവാം. 2 വീഡിയോസ് ഞാൻ ഒന്നിച്ച് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഈ ആഴ്ച തന്നെ അത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാർപിറ്റ്സ് മെത്തേഡാണ്. ചാർപിറ്റ്സ് മെത്തേഡ് എന്താണ് ചാർപിറ്റ്സ് മെത്തേഡ് എന്ന് പറയാം. നമ്മളിപ്പോ ഒരു നോൺ ലീനിയർ പി ഡി എടുക്കുക. എന്താ നോൺ ലീനിയർ പി ഡി എന്ന് പറഞ്ഞാൽ പിഒ ക്യൂഒ പവർ ഗ്രേറ്റർ ദാൻ 2 വരിക. പവർ ഓഫ് പി ആൻഡ് ക്യൂ നോൺ ലീനിയർ പി ഡിയുടെ പ്രത്യേകത. നോൺ ലീനിയർ പി ഡിയുടെ പ്രത്യേകത ഒന്ന്, പവേഴ്സ് ഓഫ് പി ആൻഡ് ക്യൂ ഗ്രേറ്റർ ദാൻ 1 ഓർ പ്രൊഡക്റ്റ് ഓഫ് പി ക്യൂ. അത് ഇക്വേഷനിൽ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു 1. ഇതൊരു നോൺ ലീനിയർ പി ഡി ആണ്. അല്ലെങ്കിൽ ഇപ്പൊ പി ക്യൂ മൈനസ് 1 ഈക്വൽ ടു 0. ഇതൊരു നോൺ ലീനിയർ പി ഡി ആണ്. അല്ലെങ്കിൽ പി സ്ക്വയർ പ്ലസ് പി ക്യൂ ഈക്വൽ ടു കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു നോൺ ലീനിയർ പി ഡി ആണ്. അപ്പൊ ഇതുപോലെ നമുക്ക് പിയുടെയും ക്യൂവിന്റെയും പവർ ഗ്രേറ്റർ ദാൻ 1 വരിക. അതുപോലെ പ്രൊഡക്റ്റ് ഓഫ് പി ക്യൂ ആയിട്ടും വരിക. അങ്ങനെ 2 രീതിയിൽ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ നോൺ ലീനിയർ പി ഡി എന്ന് പറയും. ലീനിയർ പി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിയുടെ പവറും ക്യൂയുടെ പവറും 1 ആയിരിക്കണം. അതിന്റെ പ്രൊഡക്റ്റ് ആയിട്ടും വരാൻ പാടില്ല. അതാണ് ലീനിയർ പി ഡി. ഓക്കെ, ലീനിയർ പി ഡിയിൽ ലാഗ്രാഞ്ചേസ് മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതാണ് നമ്മൾ ലാസ്റ്റ് പഠിച്ചത്. ഓക്കെ, അപ്പൊ നോൺ ലീനിയർ പി ഡിയിലാണ് നമുക്ക് എന്ത് വരുന്നത്? ചാർപിറ്റ്സ് മെത്തേഡ് വരുന്നത്. ഓക്കെ, ചാർപിറ്റ്സ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു സോൾവ് നോൺ ലീനിയർ പി ഡി. ചാർപിറ്റ്സ് മെത്തേഡ് ഈസ് used to solve Chapit's method is used to solve non-linear PDEs. Chapit's method is used to solve non-linear PDEs. Okay. അപ്പോൾ നമുക്ക് മെത്തേഡിലേക്ക് കടക്കാം. അപ്പോൾ കൺസിഡർ the non-linear PDE for first order. Consider the first order non-linear PDE f of x, y, z, pq equal to 0. Then Chapit's auxiliary equation is Chapit's auxiliary equation is this value equation dx by fp equal to fp എന്ന് പറഞ്ഞാൽ f suffix p. f നെ with respect to p differentiate ചെയ്യുക. dy by fq equal to dz by pfp plus qfq. pfp plus qfq equal to dp by minus fx minus pfz equal to dq by minus fy minus qfz. ഓക്കെ, അപ്പൊ ഇതാണ് ഓക്സിലറി ഇക്വേഷൻ. 5 ടേംസ് ഉണ്ട്. ലഗ്രാഞ്ചിയിൽ 3 ടേംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. dx by p ഈക്വൽ ടു dy by q ഈക്വൽ ടു dz by r ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 5 എണ്ണം ഉണ്ട്. dx by fp ഈക്വൽ ടു dy by fq ഈക്വൽ ടു dz by pfp plus qfq equal to dp by minus fx minus pfz equal to dq by minus fy minus qfz. Okay, ഇതാണ് ഓക്സിലറി ഇക്വേഷൻ ഫോർ ചാർപിറ്റ്സ് മെത്തേഡ്. ചാർപിറ്റ്സ് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അതിന് താഴെ എഴുതുക. അതിന് താഴെ സോൾവിങ്
solving first two ratios and finding F and Q, P and Q, and finding P and Q, then the complete integral is obtained by integrating the equation dz is equal to p dx plus q dy. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആദ്യം ഓക്സിലറി ഇക്വേഷൻ പഠിക്കണം. നമുക്കൊരു പി ഡി തരും. ആ പി ഡി ഫസ്റ്റ് ഓർഡർ നോൺ ലീനിയർ പി ഡി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ചാർപിക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആ പി ഡി സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിന്റെ ഓക്സിലറി ഇക്വേഷൻ പഠിക്കണം. ഓക്സിലറി ഇക്വേഷൻ എഴുതണം. അതിനുശേഷം ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യും. പിയും ക്യൂവും കണ്ടുപിടിക്കും. പിയും ക്യൂവും കണ്ടുപിടിച്ചിട്ട് ആ പിയും ക്യൂവും ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഫൈനൽ ആൻസർ കിട്ടുക. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നമുക്കൊരു എക്സാമ്പിൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ചാർപിക്സ് മെത്തേഡ്. ചാർപിക്സ് മെത്തേഡ് ഫസ്റ്റ് ഓർഡർ നോൺ ലീനിയർ പി ഡി ഇ സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ചാർപിക്സ് മെത്തേഡ്. ചാർപിക്സ് മെത്തേഡിന്റെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്: ഡി എക്സ് ബൈ എഫ് പി ഈക്വൽ ടു ഡി വൈ ബൈ എഫ് ക്യൂ ഈക്വൽ ടു ഡി സെറ്റ് ബൈ പി എഫ് പി പ്ലസ് ക്യൂ എഫ് ക്യൂ ഈക്വൽ ടു ഡി പി ബൈ മൈനസ് എഫ് എക്സ് മൈനസ് പി എഫ് സെറ്റ് ഈക്വൽ ടു ഡി ക്യൂ ബൈ മൈനസ് എഫ് ബൈ മൈനസ് ക്യൂ എഫ് സെറ്റ്. ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഓക്സിലറി ഇക്വേഷൻ. അതിനുശേഷം ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് പിയും ക്യൂവും കിട്ടും. ആ പിയും ക്യൂവും ഈ ഡി സെറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇസെറ്റ് കിട്ടും. ഇസെറ്റ് ആണ് നമ്മുടെ സൊല്യൂഷൻ. നമ്മുടെ കംപ്ലീറ്റ് ഇന്റഗ്രൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇസെറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ചാർപിക്സ് മെത്തേഡ്. ചാർപിക്സ് മെത്തേഡ് ഈസ് എ മെത്തേഡ് ടു സോൾവ് ഫസ്റ്റ് ഓർഡർ നോൺ ലീനിയർ പി ഡി. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ solve PQ minus 1 equal to 0. PQ minus 1 equal to 0. അപ്പൊ ഇവിടെ PQ ഉണ്ട്. Pന്റെയും Qന്റെയും പ്രൊഡക്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഇതൊരു നോൺ ലീനിയർ പി ഡി ആണ്. അപ്പൊ അത് വേണമെങ്കിൽ ബ്രാക്കറ്റ് ജസ്റ്റ് അറിയാൻ വേണ്ടി എഴുതിയാൽ മതി. Presence of PQ indicates the given PD is non-linear. ഇത് നോൺ ലീനിയർ ആണെന്ന് എങ്ങനെ മനസ്സിലായി വെച്ചാൽ പ്രസൻസ് ഓഫ് പി ക്യൂവിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇത് ഒരു നോൺ ലീനിയർ പി ഡി ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഇനി നമ്മൾ ഇത് ഇവിടെ എഫ് ഓഫ് പി ക്യൂ എക്സ് വൈ സെറ്റ് എന്താണ്? എഫ് ഓഫ് പി ക്യൂ എക്സ് വൈ സെറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പി ക്യൂ മൈനസ് 1 ആണ്. ഇവിടെ എക്സും വൈയും ഇസെറ്റ് ഒന്നും ഇല്ല. പക്ഷെ ഇതിനെ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യണം? പി ക്യൂ എക്സ് വൈ സെറ്റ് ഈക്വൽ ടു പി ക്യൂ മൈനസ് 1. എഫ് ഓഫ് പി ക്യൂ എക്സ് വൈ സെറ്റ് ഇസ് ഈക്വൽ ടു പി ക്യൂ മൈനസ് 1 രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? കൺസിഡർ ചെയ്യാൻ. ഓക്കെ, വാട്ട് ഈസ് എഫ് പി? എഫ് പി ഈക്വൽ ടു ക്യൂ അല്ലെ? ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു പി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു പി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ക്യൂ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ പി ക്യൂന്റെ ഡെറിവേറ്റീവ് ക്യൂ വരും. ഓക്കെ, പിയുടെ ഡെറിവേറ്റീവ് 1, 1ന്റെ ഡെറിവേറ്റീവ് 0. അടുത്ത എഫ് ക്യൂ കണ്ടുപിടിക്കണം. എഫ് ക്യൂ കണ്ടുപിടിക്കുമ്പോൾ എഫ് ക്യൂ ചെയ്യുമ്പോൾ ക്യൂ പി കോൺസ്റ്റന്റ് ആണ്. ക്യൂവിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പൊ പി കിട്ടും. ഓക്കെ, എഫ് എക്സും എഫ് വൈയും ഒന്നൊക്കെ 0 ആയിരിക്കും. കാരണം എക്സും വൈ സെറ്റ് ഒന്നും ഇവിടെ ഇല്ല. അപ്പൊ എഫ് എക്സ് എഫ് വൈ എഫ് സെറ്റ് ഒക്കെ 0 ആണ്. 0 അല്ല 0. അപ്പൊ ഇനി ഓക്സിലറി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഡി എക്സ് ബൈ ഓക്സിലറി ഇക്വേഷൻ ഇതാണ്: ഡി എക്സ് ബൈ എഫ് പി ഈക്വൽ ടു ഡി വൈ ബൈ എഫ് ക്യൂ ഈക്വൽ ടു ഡി സെറ്റ് ബൈ പി എഫ് പി പ്ലസ് ക്യൂ എഫ് ക്യൂ is equal to dx by minus fx minus pfz equal to dy by അല്ല ഇവിടെ dp ആണ്. ഓക്കെ, ഇവിടെ dp ആണ്.
dp ഇവിടെ dq by minus fi minus pf. ഓക്കെ ഓക്കെ അപ്പൊ ഇവിടെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക dx by fp എന്ന് പറഞ്ഞാൽ p ആണ്, ഈക്വൽ ടു dy by fq q ആണ്, dz by pq plus qp equal to dp by 0 equal to dq by 0. അതിവിടെ fx fz 0 ആണ്, അപ്പൊ 0 minus 0 വരും, ഇവിടെയും 0 minus 0 വരും. ഓക്കെ അപ്പൊ dp by 0 equal to dq by 0, dp by 0 equal to dq by 0. അപ്പൊ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് p യും q കണ്ടുപിടിക്കലാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ p യും q കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, dp by 0 equal to dq by 0, that implies p equal to some constant. dp by 0 എന്ന് പറഞ്ഞ അർത്ഥം p constant ആണ്. ഓക്കെ p equal to constant. അതുപോലെ dq by 0 implies q is constant. ഓക്കെ അപ്പൊ ഒരു dx by 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം x കോൺസ്റ്റന്റ് ആണെന്നാണ്. ഓക്കെ അതുപോലെ dp by 0 എന്ന് പറഞ്ഞ അർത്ഥം p കോൺസ്റ്റന്റ് ആണെന്നാണ്. അപ്പോ dp by 0 എന്ന് പറഞ്ഞാൽ c1, dq by 0 എന്ന് പറഞ്ഞാൽ c2. അപ്പൊ p equal to c1 and q equal to c2. ഇനി നമ്മൾക്ക് തന്നിരിക്കുന്ന പി ഡിയിൽ നിന്ന് നമുക്ക് പി യും ക്യൂവും തമ്മിൽ റിലേഷൻ കിട്ടും. തന്നിരിക്കുന്ന പി ഡിയിൽ നിന്ന് ഗിവൻ പി ക്യൂ മൈനസ് 1 ഈക്വൽ ടു 0, അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, പി ക്യൂ ഈക്വൽ ടു 1, ദാറ്റ് ഇംപ്ലൈസ് പി ഈക്വൽ ടു 1 ബൈ ക്യൂ, അല്ലെങ്കിൽ ക്യൂ ഈക്വൽ ടു 1 ബൈ പി. അങ്ങനെയാണ് ക്യൂ ഈക്വൽ ടു 1 ബൈ പി, ക്യൂ ഈക്വൽ ടു 1 ബൈ പി. ഓക്കെ അപ്പൊ ക്യൂ എന്ന് പറഞ്ഞാൽ C2 ആണ്, ദാറ്റ് ഇംപ്ലൈസ് C2 ഈക്വൽ ടു 1 ബൈ C1, C2 ഈക്വൽ ടു 1 ബൈ C1. ഓക്കെ അപ്പോ കംപ്ലീറ്റ് ഇന്റഗ്രൽ ഈസ് dz is equal to എന്താണ് p dx plus q dy, നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഇക്വേഷൻ p dx plus q dy, that implies dz is equal to p ക്ക് സ്ഥാനത്ത് c1, c1 dx, q ക്ക് സ്ഥാനത്ത് 1 by c1, 1 by c1 dy. That implies q equal to 1 by c1. Okay. ഇനി അത് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ that implies z is equal to c1x plus 1 by c1y plus c2. ഇതാണ് സൊല്യൂഷൻ. c1x plus ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ട് അല്ലെ, എത്ര ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ട്, 2 ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ട്. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ dz z ആവും, c1 ഇന്റഗ്രൽ dx x ആവും, c1 ഇന്റഗ്രൽ dy y ആവും. അപ്പൊ 1 by c1 y പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് c2 കൂടെ വരും. അപ്പൊ c1x പ്ലസ് 1 by c1 y പ്ലസ് c2. ഓക്കെ അപ്പൊ ഇവിടെ 2 ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ട്. സോ ദിസ് ഈസ് എ കംപ്ലീറ്റ് ഇന്റഗ്രൽ. ഇതാണ് ചാർപിക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ. ചാർപിക്സ് മെത്തേഡ് എങ്ങനെയാണ് ഇന്റഗ്രേഷൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ എക്സാമ്പിളിൽ കാണിക്കുന്നത്. ഓക്കെ പക്ഷെ നമ്മൾ പലപ്പോഴും പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ ചാർപിക്സ് മെത്തേഡിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഓക്കെ നമ്മൾ ചാർപിക്സ് മെത്തേഡിന്റെ ജനറൽ ഓക്സിലറി ഇക്വേഷൻ നമ്മൾ കണ്ടു, അതൊരു വലിയ ഇക്വേഷൻ ആണ്, അത് സോൾവ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഡിഫറെന്റ് ടൈപ്പിലേക്ക് ചുരുക്കും. അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പൊ പ്രോബ്ലംസ് ഈസി ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ചാർപിക്സ് മെത്തേഡിനെ ഡിഫറെന്റ് ടൈപ്സ് ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ടൈപ്സ് ആണ് നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്, എങ്ങനെയാണ് ചാർപിക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാന്നുള്ളതിന് ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചു തന്നത്. അപ്പൊ നമ്മൾ എന്ത് വെച്ചാൽ ആ ജനറൽ വലിയ ഓക്സിലറി ഇക്വേഷൻ ഉണ്ടായിരുന്നില്ലേ, ആ ഓക്സിലറി ഇക്വേഷനെ നമ്മൾ ചെറുതാക്കും. എങ്ങനെ ചെറുതാക്കും എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആ ഓക്സിലറി ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഫോർമുലാസ് ഡിറൈവ് ചെയ്യും. അപ്പൊ ഫോർമുലാസ് ഡിറൈവ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യും, പ്രോബ്ലംസ് പഠിക്കും. ഓക്കെ അപ്പൊ നമ്മൾക്ക് ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് അത് എന്ത് ചെയ്യാം, പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് എന്തിനാന്ന് വെച്ചാൽ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും നമ്മൾ ഈ മെത്തേഡിൽ ചെയ്യണം, പക്ഷെ പരീക്ഷയ്ക്കും അതുപോലെ അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിപ്പോ വളരെ സിമ്പിൾ ഇക്വേഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. എപ്പോഴും ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഡിഫറെന്റ് ടൈപ്സ് ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഓക്കെ
അപ്പൊ അങ്ങനെയുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഒരു ഫസ്റ്റ് ടൈപ്പ് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ടൈപ്പ് ടൈപ്പ് 1 ചാർപ്പിസ് മെത്തേഡ്. ചാർപ്പിസ് മെത്തേഡിലെ ടൈപ്പ് 1 അതായത് PDE of the form P, Q, f of P, Q equal to 0. അത് എക്സും വൈയും സെറ്റ് ഒന്നും ഇല്ല PDE യില്, പിയും ക്യൂവും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മള് ഇതൊരു ടൈപ്പാണ്. അങ്ങനെയുള്ള ടൈപ്പ്. ഇപ്പൊ ഉദാഹരണം ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ PQ -1 0, ഇതിൽ എക്സും വൈയും ഇസെറ്റ് ഒന്നും ഇല്ല, ആകെ പിയും ക്യൂവും മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ് PD തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ടൈപ്പ് 1 പെടുക. ഓക്കെ, അപ്പൊ PDE ഓഫ് ദ ഫോം f of P, Q equal to 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് P equal to സം C1 ഉം Q equal to phi of C1 ഉം ആയിരിക്കും. എപ്പോഴും അതങ്ങനെ തന്നെയായിരിക്കും. ഓക്കെ, പിയും ക്യൂവും ഇല്ലാന്നുണ്ടെങ്കിൽ, പിയും ക്യൂ മാത്രമേ ഉള്ളൂ, എക്സ് വൈ സെറ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പിക്ക് എന്ത് കൊടുക്കാം, സം C1 എന്നും കൊടുക്കാം. എന്നിട്ട് ക്യൂവിനെ എന്തിലേക്ക് മാറ്റുക, ഇൻ ടേംസ് ഓഫ് പി മാറ്റുക. അപ്പൊ ക്യൂ ഈക്വൽ ടു സം ഫൈ ഓഫ് C1 എന്നാവും. അപ്പൊ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്ത് വരും, ജനറൽ സൊല്യൂഷൻ Z ഈക്വൽ ടു C1 എക്സ് പ്ലസ് ഫൈ ഓഫ് C1 വൈ പ്ലസ് C2. ഇതായിരിക്കും ജനറൽ സൊല്യൂഷൻ. എപ്പോഴും കംപ്ലീറ്റ് ഇന്റഗ്രൽ ഇങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാവുക. C1 x പ്ലസ് ഫൈ ഓഫ് C1 y പ്ലസ് C2. അപ്പൊ അവിടെ ആകെ ഉണ്ടാവുക എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി, ഫൈ ഓഫ് C1 കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ആൻസർ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എഴുതാം. എക്സാമ്പിള് P പ്ലസ് ക്യൂ ഈക്വൽ ടു പി ക്യൂ. ആദ്യത്തെ എക്സാമ്പിൾ നമുക്ക് ഇതേപോലെ ചെയ്യാം. ഓക്കെ, P പ്ലസ് ക്യൂ ഈക്വൽ ടു പി ക്യൂ. So let P equal to some C1 എന്ന് വിചാരിക്കുക. P equal to C1. Q equal to അപ്പൊ എന്ത് വരും നോക്കാം. അപ്പൊ ഇവിടെ പിയും ക്യൂവും മാത്രമേ ഉള്ളൂ. അപ്പൊ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, P equal to C1 ആയിരിക്കും. ഫ്രം ദിസ് ടൈപ്പ് ഏത് തന്നാലും പിയും ക്യൂവും മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് എഴുതാം, P equal to C1 എഴുതാം. അപ്പൊ ക്യൂ എന്ത് വരും, ക്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോ C1 പ്ലസ് ക്യൂ ഈക്വൽ ടു C1 ക്യൂ. അപ്പൊ C1 ഈക്വൽ ടു C1 ക്യൂ മൈനസ് ക്യൂ. That implies C1 equal to C1 into C1 minus 1 into Q. Q കോമൺ ആയിട്ട് എടുക്കുക. നമ്മൾ ജസ്റ്റ് ക്യൂവിനെ ക്യൂ കണ്ടുപിടിക്കുക, ക്യൂ ഇൻ ടേംസ് ഓഫ് C1 ആക്കുക, അത്രേ ഉള്ളൂ. C1 equal to Q into C1 minus 1. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, Q equal to C1 by C1 minus 1. Q equal to C1 by C1 minus 1. Q equal to C1 by C1 minus 1. Okay, Q equal to C1 by C1 minus 1. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ആൻസർ എഴുതാം. ആൻസർ എന്താ വരിക, ആൻസർ Z ഈക്വൽ ടു, ഇതാണ് ഫൈ ഓഫ് C1. Z ഈക്വൽ ടു C1 x പ്ലസ് C1 by C1 minus 1 into y പ്ലസ് C2. ഓക്കെ, അപ്പൊ ഇതാണ് ടൈപ്പ് 1 ചാർപ്പിക്സ് മെത്തേഡ്. ടൈപ്പ് 1 ചാർപ്പിക്സ് മെത്തേഡ് വളരെ ഈസിയാണ്. എന്ത് ചെയ്താൽ മതി, പിയും ക്യൂവും മാത്രമേ ഉള്ളൂ ഇക്വേഷൻ ഉണ്ടെങ്കിൽ, ഇപ്പൊ P പ്ലസ് ക്യൂ ഈക്വൽ ടു 1 ആണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, Q ഈക്വൽ ടു 1 മൈനസ് പി. അപ്പൊ P ഈക്വൽ ടു C1 ഇംപ്ലൈസ് Q ഈക്വൽ ടു 1 മൈനസ് C1. അപ്പൊ ഇതിനെ ഫൈ ഓഫ് C1 എന്ന് വിളിക്കുക. അപ്പൊ ആൻസർ എന്ത് വരും, ആൻസർ ഫൈ ഓഫ് Z ഈക്വൽ ടു C1 x പ്ലസ് 1 മൈനസ് C1 y പ്ലസ് C2. ഓക്കെ, അപ്പൊ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാം. അപ്പൊ പിയും ക്യൂവും മാത്രമേ ഉള്ളൂവെങ്കിൽ ദാറ്റ് ഇൻക്ലൂഡ്സ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ചാർപ്പിക്സ് മെത്തേഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ പിയും ക്യൂവും എക്സും കൂടെ വരും.
എക്സ് അല്ല ഇസെറ്റ്. ഓക്കെ, ഇസെറ്റ് ആണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. എക്സും വൈയും ഉണ്ടാവില്ല, പിയും ക്യൂവും ഇസെറ്റും കൂടെ വരും. ഓക്കെ, അതാണ് നെക്സ്റ്റ് മെത്തേഡ്. അത് നമുക്ക് നെക്സ്റ്റ് ലെക്ചർ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്ന് ജസ്റ്റ് നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി. ചാർപിറ്റ്സ് മെത്തേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ചാർപിറ്റ്സ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു സോൾവ് നോൺ ലീനിയർ ഫസ്റ്റ് ഓർഡർ നോൺ ലീനിയർ പി ഡി. ഓക്കെ, ലീനിയർ പി ഡിക്കാണ് നമുക്ക് ലെഗ്രാഞ്ചസ് മെത്തേഡ് വരുന്നത്. നോൺ ലീനിയർ പി ഡിക്കാണ് ചാർപിറ്റ്സ് മെത്തേഡ് വരുന്നത്. ഓക്കെ, അപ്പൊ നോൺ ലീനിയർ ഫസ്റ്റ് ഓർഡർ നോൺ ലീനിയർ പി ഡി യൂസ്, അതിന്റെ ഓക്സിലറി ഇക്വേഷൻ വലിയൊരു ഇക്വേഷൻ ഉണ്ട്, അത് പഠിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിച്ച് ജനറൽ കംപ്ലീറ്റ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഡി സെറ്റ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ, ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അതിൽ പിയും ക്യൂവും കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഓക്സിലറി ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് വലിയൊരു ഓക്സിലറി ഇക്വേഷൻ ആണ്, അതുകൊണ്ട് അത് സോൾവ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ട് നമ്മൾ ഡിഫറെന്റ് കേസസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ ആദ്യത്തെ ടൈപ്പിൽ പിയും ക്യൂവും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. പി ഡിയിൽ പിയും ക്യൂവും മാത്രമേ ഉള്ളെങ്കിൽ പിക്ക് നമ്മൾ കോൺസ്റ്റന്റ് എന്ന് കൊടുക്കും, C1 കൊടുക്കും. എന്നിട്ട് ക്യൂവിനെ ഇൻ ടേംസ് ഓഫ് പി മാറ്റും. അപ്പൊ ക്യൂ ഇൻ ടേംസ് ഓഫ് C1 ആയിട്ട് മാറും. എന്നിട്ട് അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, C1x പ്ലസ് ഫൈവ് ഓഫ് C1y പ്ലസ് C2 എന്ന് പറഞ്ഞ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ പിയും ക്യൂ മാത്രമേ ഉള്ളെങ്കിൽ അത് ടൈപ്പ് 1 ആണ്, അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 നമുക്ക് നെക്സ്റ്റ് ലെക്ചർ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.